നിനക്കൊരു കുഞ്ഞനിയനുണ്ടെന്നും അവൻ സ്കൂളിൽ പോവുകയാണെന്നും നിനക്കൊരു വാപ്പയും ഉമ്മയും ഉണ്ടെന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ വാക്ക് കൊടുത്തിട്ട് പോയ ഒരു പയ്യൻ ഉണ്ടെന്നും നീയാണ് ആലോചിക്കുന്നത്. മറ്റുള്ളവരെ പുറത്ത് കുതിര കയറിയിട്ട് കാര്യമില്ല. നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന ചേഷ്ടകൾ, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതായത് നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മഹാനടിയായ നമ്മുടെ ജാസ്മിൻ ജാഫറെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഈ പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഈ സാധനത്തെ എന്തു പറഞ്ഞു വിളിക്കണമെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല. ഇങ്ങനെ ഒരു ജന്മമുണ്ട്. ഇങ്ങനെ സ്ത്രീകൾക്കെല്ലാം മൊത്തം അപമാനമായിട്ട് ആ ബിഗ് ബോസിൽ കിടന്ന് അഴിഞ്ഞാടുക എന്ന് തന്നെ ഞാൻ പറയും. അവളുടെ ഒരു എന്താ പറയുക, ഒരു അന്യൻ സ്വഭാവം, അല്ലെങ്കിൽ ചിലപ്പോൾ അന്യൻ ചിലപ്പോൾ അമ്പി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാടമ്പള്ളിയിലെ നാഗവല്ലി അല്ലെങ്കിൽ മനോരോഹി എന്ന് പറയുന്നത് ഈ പറയുന്ന ജാസ്മിനാണ് എന്ന് തോന്നിപ്പോകുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. അതായത് ജാസ്മിൻ അവിടെ ഇന്ന് നടന്ന കോൺവെർസേഷനിൽ ഈ ജാസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന അഭിഷേക് ജയദീപ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ അഭിഷേക് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ പുറത്ത് കമ്മിറ്റഡ് അല്ലേ, അപ്പോൾ അങ്ങനെ കമ്മിറ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞ അവർക്കത് പിന്നെ ഹേർട്ട് ആവത്തില്ലേ എന്ന് ജാസ്മിൻ മാത്രമുള്ളപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചതെന്നും ഞാൻ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നതെന്നും. ആരടുത്ത്? ഈ ജയദേവന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന് ഞാൻ പല പ്രാവശ്യം, അല്ല ഇന്നുകൂടി ഞാൻ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ എന്ന് ജാസ്മിൻ അവിടെ പറയുന്നു. ഇതുവരെ എനിക്ക് അവൻ അങ്ങനെയൊന്നും തോന്നത്തില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ എനിക്കത് ഇല്ല, അത് സായി പറഞ്ഞപ്പോഴാണ് അത് മാറിയത് എന്നും ഞാൻ മുമ്പ് അതായത് അഫ്സലിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇതുപോലുള്ള ഫ്രണ്ട്സുമായിട്ട് കെട്ടിപ്പിടിക്കുകയും കടിക്കലും ഉറുഞ്ചലും എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു എന്നും അപ്പോൾ അഫ്സലിന് ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴെങ്ങനെ പ്രശ്നം വന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു പച്ചക്കള്ളം ആരടുത്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന ജയദീപിനോട് പറയുന്നുണ്ട്. അവിടെ അവളെ എടുത്തു പറഞ്ഞൊരു കേസ്, ഞാൻ ഈ പറഞ്ഞ അന്ന് അത്രയും ടെൻഷനായിരുന്നപ്പോൾ ഞാൻ എല്ലാം അലറി വിളിച്ച് പറഞ്ഞു, ഞാൻ പിന്നെ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശ്രീധുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്താണ് പിന്നെ ഒരു അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ, അതിപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വന്ന പെണ്ണ് കാണാൻ വന്നതേ ഉള്ളൂ എന്ന് ഞാൻ ശ്രീധുവിനടുത്ത് പറഞ്ഞത്. എന്നെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് പറയാനുള്ള ആൻസർ ഇതാണ്, ഞാൻ എന്തിന് ശ്രീധുവിനോട് അങ്ങനെ പറയണം? ഞാൻ ശ്രീധുവിനോട് അതിനെ അവൾ ന്യായീകരിക്കുകയാണ്. ഞാൻ ശ്രീധുവിനോട് എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് ജാസ്മിൻ ന്യായീകരിക്കുന്നു. ശരി, ഓക്കെ, നീ ന്യായീകരിച്ചോ. എന്നിട്ട് ഗബ്രി വരുന്നു. ഗബ്രി വരുമ്പോൾ ഗബ്രിയുടെ അടുത്ത് ഇതേ ക്വസ്റ്റ്യൻ ആര് ചോദിക്കുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ ജയദീപ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗബ്രി പറഞ്ഞത് ആര് പറഞ്ഞു കമ്മിറ്റഡ് ആണെന്ന്? അപ്പൊ യവൻ ചോദിക്കുന്നു കമ്മിറ്റഡ് ആണെന്ന് അവൾ പറഞ്ഞില്ലേ? അവൾ കമ്മിറ്റഡ് ആണെന്നല്ല ഒന്നും പറഞ്ഞില്ല. അപ്പോഴും ജാസ്മിൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ? അപ്പോഴും ജാസ്മിൻ പറയുന്നത് അല്ല കമ്മിറ്റഡ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വന്നു, പിന്നീട് ആലോചിക്കാം എന്നാണ് പറഞ്ഞത് എന്ന്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ മനസ്സിലാക്കാമൊന്നുമില്ല. ഇവൾ ഇപ്പോഴും ഈ പറയുന്ന ഗബ്രിയോട് ഈ ലെവല് തന്നെയാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒരു പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു, പെണ്ണ് കാണൽ വന്നു, കണ്ടിട്ട് പോയി, ഇനി പിന്നീട് ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഗബ്രി നിൽക്കുമ്പോൾ പറയും. ഗബ്രി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് 101 വട്ടം, എന്നാൽ സായിയുടെ അടുത്തുള്ളതാ പറഞ്ഞത്, എത്ര പ്രാവശ്യം ഞാൻ ഗബ്രിയുടെ അടുത്ത് ഇന്നലെയും കൂടി പറഞ്ഞതേ ഞാൻ ഇപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചെവിയിൽ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളത്. അപ്പം ഇവളുടെ ഡബിൾ സ്റ്റാൻഡാണ്, പക്കാ ഡബിൾ. ഒരു ഭയങ്കര സ്വഭാവ ദൂഷ്യമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അമ്മാതിരി ഒരു ഇത് അവനെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഗബ്രിയുടെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പുറത്തൊരാളുണ്ട് എങ്കിൽ അവനത് ഹെർട്ട് ആവില്ലെന്ന് ചോദിക്കുമ്പോൾ ഗബ്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടായിരുന്നു? ഗബ്രി പറയുന്നത് അത് ഞാൻ എന്തിനാ ആലോചിക്കണേന്ന്. അതായത് പുറത്ത് ഞാനൊരു കുഴിയിലേക്ക് വിടാൻ പോകുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആള് എന്താണ് ചെയ്യുമെന്ന് ഞാൻ എന്ത് ചെയ്യാണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു വരുന്നത് എന്തെന്ന് മനസ്സിലായി. അതായത് എനിക്കിവിടെ ഒരു ചെറിയ കടി വന്നപ്പോൾ ഞാൻ അവളെ കടിച്ചു, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു കടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ തീർക്കുമ്പോൾ പുറത്തൊരാൾ കണ്ടാൽ അവൻ എന്ത് ഫീൽ ചെയ്യുന്നു, ഞാൻ എന്ത് തേങ്ങയ്ക്ക് ചിന്തിക്കണം എന്നാണ് ആര് പറയണത്? ഗബ്രി പറയുന്നത്. അത് കേട്ടോണ്ട് ഈ പെണ്ണ് ഈ സാധനം അടുത്തിരിക്കുകയാണ്. മനസ്സിലായി? അതായത് നമ്മുടെ കടി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുമെന്നും
പുറത്തുള്ളവൻ എന്ത് ചിന്തിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇവളെ കമ്മിറ്റഡായി ഇവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നവൻ എന്ത് ചിന്തിക്കുന്നു എന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്റെ നിലനിൽപ്പാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, പുറത്താര് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണ് ഗബ്രി പറയുന്നത്. അത് കേട്ട് തലകുലുക്കി നിൽക്കുന്ന ജാസ്മിൻ ഈ പെണ്ണിനെ എന്ത് പറഞ്ഞു വിളിക്കണം, ഈ സാധനത്തെ നമ്മൾ എന്ത് പറഞ്ഞു വിളിക്കണം, എങ്ങനെ ഇവളെ ന്യായീകരിക്കും? ഇവൾ ഇപ്പോഴും ഇരുന്ന് കരഞ്ഞു മോങ്ങി വെളുപ്പിക്കുന്നുണ്ട്. ഇവള് പറയുന്നുണ്ട് എന്താണ്, ഇപ്പോഴും അവള് ഫ്രണ്ട്ഷിപ്പിൽ ഒതുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അവള് പറയുന്നുണ്ട് എന്റെ കണ്ണുകളിൽ പ്രണയമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതൊരു ഒരു ലവറിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു. അതിനർത്ഥം എന്താണ്, പ്രേക്ഷകരെ പൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന അവന്റെ കെട്ടാൻ പോകുന്ന അവരെയൊക്കെ പൊടിയിട്ടുകൊണ്ട് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ലേബലിൽ നിന്നുകൊണ്ട് ഉള്ള വൃത്തികേടുകളെല്ലാം കാട്ടിക്കൂട്ടുക. മനസ്സിലായോ? എന്തൊക്കെ അവർക്ക് കാട്ടിക്കൂട്ടാൻ പറ്റുമോ അത് കാട്ടിക്കൂട്ടുക. എനിക്ക് പിന്നെ എന്റെ കണ്ണിൽ പ്രണയമുണ്ട്, പക്ഷെ നമ്മളിത് പ്രണയമെന്ന് പറയുന്നില്ല, നമുക്ക് അതിനെയും കാട്ടി നല്ല കണ്ണ് തുറന്ന് കാണാം, നീയൊക്കെ എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നതെന്ന് വളരെ വളരെ വ്യക്തമായിട്ട് പറയാം. നീ ഇനി എന്തെല്ലാം പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ തന്നെ വെളുപ്പിച്ചെടുക്കാൻ നോക്കിയാലും എന്റെ പൊന്ന് ജാസ്മിനെ ഒരു തരത്തിലും നീ വെളുപ്പിക്കാൻ പോകുന്നതോടുകൂടി നീ എത്രമേൽ വെളുപ്പിക്കുന്നോ അത്രമേൽ നീ നാറിക്കൊണ്ടിരിക്കുക. നീ എത്രമേൽ നീ പിന്നെ വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിക്കുന്നോ അത്രമേൽ നിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യപ്പെടുക. കാരണം നിന്നെ വിശ്വസിച്ച് ഒരുത്തൻ അഫ്സൽ എന്ന് പറയുന്ന അവൻ അവിടെ ഉണ്ട്, മനസ്സിലായോ? അവൻ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോ അറിഞ്ഞല്ലോ, നമ്മളിപ്പോ വിവിയുടെ ചാനലിൽ തന്നെ അറിഞ്ഞു അഫ്സലാണ് എനിക്ക് ആ ഒരു സംഭവം അയച്ചു കൊടുത്തത്. അപ്പോൾ അവനുണ്ടാകുന്ന ദുഃഖം, എന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് വലിയ വായിൽ പറയുന്ന വർത്തമാനം കണ്ടോ. എന്നിട്ട് മറ്റൊരു കാര്യം പറയാം, ഇവള് പറഞ്ഞു പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും ഇനി നമുക്ക് ആലോചിക്കാം എന്നുള്ളത്. പക്ഷെ ഇതൊരു ഉറപ്പിക്കുന്നത് എങ്ങനെയാകും എന്ന് ചോദിച്ചു ഞാൻ പറയും. പെണ്ണ് കാണാൻ സാധാരണ പെണ്ണ് കാണൽ ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം അറിഞ്ഞുകൂടാ. അപ്പം ഞാനൊരു പെണ്ണ് കാണാൻ പോകുന്നു, മുസ്ലിംസിന്റെ ഒരു കേസ് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു പെണ്ണിനെ കാണാം, എനിക്കറിയത്തില്ല, ആരെ പറഞ്ഞ് ജാതകം കൊണ്ട് എന്നൊരു പെണ്ണുണ്ട് കാണാം, അവിടെ പോയി കണ്ടാ കൊള്ളാമോ, ഇഷ്ടം, ശരി, ഓക്കെ, അതൊരു പെണ്ണ് കാണുമെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല ജാസ്മിൻ നടന്നത്. ഇവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലും ഭയങ്കര റിലേഷനിലായിരുന്നു, മാസങ്ങളായിട്ട് ഈ പറയുന്ന മറ്റേ ഇക്കയില്ല പുതിയ അവന്റെ റിലേഷൻ നിൽക്കുമ്പോൾ അവനുമായിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നീ അഫ്സലുമായിട്ട് റിലേഷനിലാവുന്നു, ആണോ? നീ അതേ സമയത്ത് തന്നെ നീ അഫ്സലുമായിട്ട് റിലേഷനാവും. അത് പിന്നെ പ്രശ്നമായി എന്ത് ചെയ്യുന്നു, മറ്റവൻ അടിച്ചു പിരിയുന്നു, പിന്നെ അഫ്സലിന്റെ തലയിലാവുകയും നീ അഫ്സലിനെ നിർബന്ധിച്ചുകൊണ്ട് പെണ്ണ് കാണലത്തിലേക്ക് വരുന്നത്. അതായത് മറ്റേ പെണ്ണ് കാണലല്ല, ഇത് ഉറപ്പിപ്പലാണ്. ഇവിടെ വന്ന് നിങ്ങൾ പെണ്ണ് കാണുന്ന നിങ്ങൾ മധുരം കൈമാറുന്നു. ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഉമ്മ, ഈ പറയുന്ന ജാസ്മിന്റെ ഉമ്മ മധുരമാർക്ക് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന അഫ്സലിന് കൊടുക്കുന്നത്. അതിനർത്ഥം അതാണ് ഇവിടെ എൻഗേജ്മെന്റ് ആയിട്ട് അവർ കണക്കാക്കുന്നത്. അതാണ്, അത് ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ കല്യാണം നമ്മൾ നടത്താമെന്ന് രണ്ടുപേരെയും സമ്മതിച്ചുകൊണ്ട് ഉറപ്പിക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നത്. അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു മുദ്രം മാറ്റല്ല നടന്നത്. ഇത് അതിന് തുല്യമായ ഒരു ഉറപ്പിക്കൽ ചടങ്ങാണ് അവിടെ നടന്നത്. അതിനെയാണ് നീ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, അവനെ വളരെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയവൻ ജസ്റ്റ് ഇവിടെ ഒരു പെണ്ണുണ്ട്, നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന പെണ്ണുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വന്ന് എത്തി നിൽക്കാൻ വേണ്ടി ചായം കൊടുത്ത് വിട്ട ലാഘവത്തോടെ നീ പറയുന്നത്. നീ പറയുന്നതിനെല്ലാം നീ ആർക്കും മറുപടി കൊടുക്കണ്ട. ഒറ്റ മനുഷ്യർക്ക് നിന്നെ കെട്ടാന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അഫ്സലിന്റെ കേസ്, ഇത് കർമ്മ എന്ന് പറയും അഫ്സലെ, ഇത് കർമ്മ എന്ന് പറയും, മനസ്സിലായോ? ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലായോ? അപ്പൊ ഇത്രയും ഇത്രയും തരം താന്ന രീതിയിൽ ഈ പറയുകയും സംസാരിക്കുകയും ഇപ്പോഴും അവള് കിടന്ന് രാത്രി ഞാൻ എന്തുവാ ചെയ്തത്, ഞാൻ എന്നെ എന്ത് ചെയ്തു, ഞാൻ കെട്ടിപ്പിടിക്കുന്നത് കുഴപ്പമാണോ, നെറ്റിയിൽ ഉമ്മ വെക്കുന്നത് കുഴപ്പമാണോ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ജയിക്കുന്നത്, എനിക്കൊരു കൊച്ചു അനിയനുണ്ട്, ഇതൊക്കെ നീ ആലോചിക്കണം. നിനക്കൊരു കുഞ്ഞനിയനുണ്ടെന്നും അവൻ സ്കൂളിൽ പോവുകയാണെന്നും നിനക്കൊരു വാപ്പയും ഉമ്മയും ഉണ്ടെന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ വാക്ക് കൊടുത്തിട്ട് പോയ ഒരു പയ്യൻ ഉണ്ടെന്നും നീയാണ് ആലോചിക്കുന്നത്. മറ്റുള്ളവരെ പുറത്ത് കുതിര കയറിയിട്ട് കാര്യമില്ല. നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന ചേഷ്ടകൾ, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നീ കാണിക്കുന്ന പേക്കൂത്തുകൾ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് പോലുള്ള ഒരു പവിത്രമായ ഒരു റിലേഷനെ ഇമ്മാതിരി കൊണ്ടുവന്നല്ല. ഞാൻ എന്താ പ്രേമമെന്ന് പറയത്തില്ല, ഇത് ഫ്രണ്ട്ഷിപ്പായിട്ട് നീ കൊണ്ടുപോവുകയും ചെയ്യണം. എന്റെ വൃത്തികേടുകളെല്ലാം ഞാൻ അതിന്റെ മറയിൽ നിന്ന് കാണിക്കുകയും ചെയ്യും. ഇതൊരിക്കലും സമ്മതിച്ചു തരാൻ പറ്റില്ല ജാസ്മിനെ. നീ അനുഭവിച്ചു തന്നെ പോകും, മനസ്സിലായി? നീ എന്ത് ചെയ്തിട്ടുണ്ടോ അത് നീ അനുഭവിച്ചു തന്നെ പോകും. നമുക്ക് വീണ്ടും കാണാം.